ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് നാട്ടിൽ തുടങ്ങുന്നതിൻ്റെ ഒരു 1 വീക്ക് ബിഫോർ തുടങ്ങി കേട്ടോ. മെയ് 27-നാണ് മോനൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ദിവസത്തെ അടിപിടിയും ബഹളം ഒക്കെ തീർന്ന് ഇന്ന് മോന് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ദോശമാവ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, രാത്രി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കുവാണ്. ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നെടുക്കും, പിന്നെ കുറച്ച് ചോറും ചേർക്കും, കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടാട്ടോ ഞാൻ ദോശമാവിനായാലും ഇഡ്ഡലി മാവിനായാലൊക്കെ അരച്ചെടുക്കാറ്. എനിക്ക് ദോശമാവ് പുളിച്ച് കിട്ടാൻ കുറച്ച് പണിയാട്ടോ. ഇവിടെ രാത്രിയാകുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പുളിച്ച് കിട്ടാൻ പണിയാട്ടോ. അപ്പം ഞാൻ ഓവനിൽ ചെറിയ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ, അതുപോലെ തന്നെ നമ്മൾ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ഞാൻ കാരമൽ ദോശയാണ് റെഡിയാക്കുക കേട്ടോ. കാരമൽ ദോശ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ദോശ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ രാവിലെ കുട്ടികൾക്ക് നല്ലതല്ലേന്ന് വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ള ഒരു അയണിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. 2 കടായി ടൈപ്പ് ചട്ടിയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഇതും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ടൊരു തടുക്ക പാൻ, നമ്മൾ താളിച്ചൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു പാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് ആ ഒരു ബ്രാൻഡ്, ഇൻഡ്യൂസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടതിന് ശേഷം അവരെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും പ്രൊഡക്റ്റ് അടിപൊളിയാണ്, ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ മോന് സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുവാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, കുറേ നാളത്തിന് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ അവർക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അവർക്ക് വലിയ ഒരു സന്തോഷമാണല്ലോ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ. അതിനോടൊപ്പം തന്നെ മോന് ഈ ഒരു വർഷം നമ്മൾ സ്കൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു സ്കൂളിലും പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ പോകില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റഡും ആണ് ആളിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോസൊക്കെ എടുത്ത സമയത്ത് ആൾക്ക് എന്തോ ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. ചിരിക്കണോ വേണ്ടേ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആൾ. മോൻ്റെ പേര് അർമാൻ എന്നാട്ടോ, ഫുൾ നെയിം അർമാൻ ടാനിഷ്. അപ്പോൾ ആളിപ്പോൾ 3rd ഗ്രേഡിലേക്കാണ്, 2nd ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്ത് 3rd ഗ്രേഡിലേക്കാട്ടോ. ഈ കാണിക്കുന്ന ത്രില്ലൊക്കെ വീണ്ടും കാണിക്കുകയാണെങ്കിൽ നന്നാവും. പക്ഷേ ആൾക്ക് ഇഷ്ടം കേട്ടോ, പൊതുവേ സ്കൂളിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യം തന്നെയാണ്. ചില സമയത്തൊരു മടി ഉണ്ടാവും, പിന്നെ കുട്ടികളല്ലേ, സ്വാഭാവികം. ഇത് അവരുടെ ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്ന റാപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൽ തന്നെ അവർ ബുക്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അവരെ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആകുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ഓരോ കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞ സമയത്ത് പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ആൾ പൗച്ചും കാര്യങ്ങളും എല്ലാം എടുത്ത് കാണിച്ചു തരുവാണ്. അപ്പോൾ അന്നത്തെ ലഞ്ചും കാര്യവും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ മോന് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ ലഞ്ചായിട്ട് കൊണ്ടുപോകാറ്. ഇല്ലെങ്കിൽ ഞാൻ റൈസൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെയും കൊടുക്കും. ആൾക്ക് നമ്മുടെ സാധാ ചോറോ കാര്യങ്ങളൊന്നും ആയാൽ വലിയ താല്പര്യമില്ല കേട്ടോ. അല്ലാണ്ട് വല്ല ഗീ റൈസോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റൈസുകൾ കേട്ടോ ആൾക്കിഷ്ടം. അപ്പം ഞാൻ അധികം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെയാകുമ്പോൾ കഴിച്ചോളും. ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ്, വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല മുഖത്ത്. ഫസ്റ്റ് ഡേ ഞാൻ ആയതുകൊണ്ട് മോന് യൂണിഫോമും കാര്യങ്ങളും സെറ്റ് ആയിട്ടില്ല കേട്ടോ. യൂണിഫോമിൻ്റെ മെഷർമെൻ്റൊക്കെ എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ നാട്ടിലായിരുന്നു. അപ്പോൾ അന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ യൂണിഫോം കിട്ടിയില്ല. ബാക്കി ബുക്കും ബാഗ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൾക്ക് ഏകദേശം 4 ടൈപ്പ് യൂണിഫോംസ് ഉണ്ട് കേട്ടോ. മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ഒരു യൂണിഫോം, വെനസ്ഡേ വേറെ ഒന്നാണ്, ഫ്രൈഡേ വേറെ, സാറ്റർഡേ വേറെ, അങ്ങനെ 4 സെറ്റ് യൂണിഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വഴിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോനും ഹസ്ബൻഡും പോവുകയാണ്. ചെറിയ ആൾ നല്ല ഉറക്കമായിരുന്നു, അല്ലെങ്കിൽ അവർ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് മോൻ്റെ സ്കൂളിൻ്റെ ക്യാമ്പസ്. നമ്മുടെ ഗേറ്റ് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാണ്ട് കേട്ടോ, എന്നിട്ടാണ് മെയിൻ ബിൽഡിങ് വരുന്നത്. എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ളൊരു നിങ്ങളാണല്ലോ നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.